ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മുടെ അനിയൻ്റെ കല്യാണമൊക്കെ കൂടിയിട്ട് ഞങ്ങൾ നേരെ വന്നത് തൃശ്ശൂർക്കാണ്. തൃശ്ശൂർ ചേച്ചിയെടുത്ത് ഒരു ദിവസം സ്റ്റേ ചെയ്തിട്ട് നെക്സ്റ്റ് ഡേ പോകാമെന്ന് കരുതി. നമ്മൾ എത്തിയപ്പോൾ തന്നെ ഒരു 11 മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് പോകുന്ന വഴി ഒരു ചായയൊക്കെ കുടിച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ വീട്ടിൽ പോയി വന്ന് പിന്നെ ഇവിടെ സ്റ്റേ അല്ലേ നമ്മൾ ഇന്നിവിടെ സ്റ്റേ. നാളെ രാവിലെ ഇവിടെ നിന്ന് പോവാന്ന് വെച്ചു. ഒരാൾ ഉറങ്ങും ഇവിടെ. ഇന്ന് ഇവിടെയാണോ കിടക്കുന്നേ? എന്നിട്ട് നാളെ ആയുടെ കൂടെ ആലപ്പുഴക്ക് വരുവോ? ആണോ? എന്ത് ക്ലബ്ബ്? എക്സാം ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? അങ്ങനെ എല്ലാവരുമായിട്ടൊക്കെ സംസാരിച്ചിരിക്കുമായിരുന്നു. കുമ്പയ്ക്കാണ് ഭയങ്കര സന്തോഷമായി. കുമ്പയ്ക്കാണ് ഇവിടെ വീടിനടുത്തൊന്നും ഇങ്ങനെ ഈ ഒരു ഏജിലുള്ള പിള്ളേരൊന്നും ഇല്ലാത്തതുകൊണ്ട് അവർക്ക് ഇങ്ങനെ കുട്ടികളൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷം. അങ്ങനെ എല്ലാവരുമായിട്ട് ഇരുന്ന് കളിക്കുമായിരുന്നു. കുമ്പയും കേശവും തമ്മിൽ 3 മാസത്തെ ഡിഫറൻസ് ആണുള്ളത്. അവനേക്കാളും ഒരു 3 മാസം ഇളയതാണ് ഇവള്. ഭയങ്കര സന്തോഷമായേ. അങ്ങനെ കളിച്ച് ആസ് യൂഷ്വൽ രണ്ടുപേരും കൂടി ഇടിയായി. നല്ല ഇടിയെന്ന് പറഞ്ഞാൽ നല്ല ഇടിയായി. അവൻ എന്തെടുക്കുന്നു അവൾക്ക് വേണം, അവളെടുക്കുന്നത് അവനും വേണം. അത് യൂഷ്വലി അങ്ങനെ ആണല്ലോ കുട്ടികൾ തമ്മിൽ കളിക്കുമ്പോൾ. അവർ ലിമിറ്റും ക്രോസ് ചെയ്ത് അവർ വഴക്കാകുമ്പോഴേ നമ്മൾ അതിലേക്ക് ഇൻ്റർഫിയർ ചെയ്യാറുള്ളൂ. അല്ലെങ്കിൽ അവർ തന്നെ അങ്ങ് സോൾവ് ചെയ്ത് ഒരാൾ ബാക്ക് ചെയ്യുകയാണ് പതിവ്. ഇന്നിപ്പോൾ രണ്ടുപേരും അങ്ങ് പരസ്പരം വിട്ടുകൊടുത്തില്ല. പിന്നെ ഡുണ്ടു വന്നൊന്ന് സമാധാനിപ്പിച്ചു. പക്ഷെ എന്നാലും രണ്ടുപേരും കട്ടയ്ക്ക് നിൽക്കുമായിരുന്നു. പിന്നെ ഇവരെപ്പോഴും അങ്ങനെ കാണുന്നില്ല. അപ്പോൾ വല്ലപ്പോഴും കാണുമ്പോൾ ഇടിയൊക്കെ കാണുമ്പോൾ ഞങ്ങളും അതൊക്കെ എൻജോയ് ചെയ്യാറുണ്ട്. അങ്ങനെ വഴക്കൊക്കെ കഴിഞ്ഞ് രണ്ടുപേരെ സമാധാനിപ്പിച്ച് നമ്മളെല്ലാം കിടന്നുറങ്ങി. പിന്നെ ഇത് നെക്സ്റ്റ് ഡേ ആണ്. അപ്പോൾ നമ്മൾ എന്തായാലും ഇവിടം വരെ വന്നില്ല. അപ്പോൾ തൃശ്ശൂർ സുവോളജിക്കൽ പാർക്കിൽ നിന്ന് കയറിയിട്ട് നേരെ ആലപ്പുഴയ്ക്ക് പോകാമെന്ന് വിചാരിച്ചു. നമ്മൾ രാവിലെ ഇവിടെ നിന്ന് ഇറങ്ങി. സൂവിലല്ലേ നമ്മൾ പോകണുണ്ടോ? നമ്മൾ സൂവിൽ പോകാൻ പോവാ. രാവിലത്തെ ഒന്നും ക്യാപ്ചർ ചെയ്യാൻ പറ്റിയില്ല. ആകെ പിള്ളേരും ബഹളമൊക്കെ ആയിരുന്നു. പിന്നെ നമുക്ക് സൂവിൽ പോയിട്ട് കാണാം. നമ്മുടെ വീട്ടിൽ നിന്ന് കുറച്ച് ഡിസ്റ്റൻസേ ഉള്ളൂ സൂവിലേക്ക്. അപ്പോൾ നമ്മൾ സൂവിലെത്തി. നല്ല വലിയ പാർക്കിംഗ് ഏരിയ ആട്ടോ അവിടെ ഉള്ളത്. അപ്പോൾ നമ്മുടെ തൃശ്ശൂർ സുവോളജിക്കൽ പാർക്ക് ഇന്ത്യയിലെ തന്നെ ഫസ്റ്റ് ഡിസൈനർ സൂ ആണ്. ഓൾസോ നമ്മുടെ ഏഷ്യയിലെ വൺ ഓഫ് ദി ലാർജസ്റ്റ് സുവോളജിക്കൽ പാർക്കുമാണ്. ഇവിടുത്തെ ടിക്കറ്റ് ചാർജ് അഡൽട്ടിന് 70, സീനിയർ സിറ്റിസൺ 30, ചിൽഡ്രൻ ആണെങ്കിൽ 20. പിന്നെ സ്റ്റുഡൻസിന് സ്പെഷ്യൽ ഡിസ്കൗണ്ട് എന്തൊക്കെയുണ്ട്. ഇതിനകത്ത് നമുക്ക് ഓരോ പോയിന്റിൽ നിന്ന് അടുത്ത പോയിന്റിലേക്ക് ബസ് സർവീസ് ഉണ്ട്. അതിന് എക്സ്ട്രാ പേയ്മെന്റ് ചെയ്യണം. പാർക്കിങ്ങിനും പേയ്മെന്റ് ഉണ്ട്. വരുന്നവർ കൊടയോ അല്ലെങ്കിൽ സ്കാർഫോ എന്തെങ്കിലും ഇട്ടുകൊണ്ട് വരണം. നമ്മളാണെങ്കിൽ നല്ല വെയിലുള്ള സമയത്താട്ടോ ചെന്ന്. ഒരു 11 മണിയൊക്കെ നല്ല വെയിലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് അങ്ങോട്ട് എൻജോയ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ കയറുമ്പോൾ തന്നെ ഒരു മുതലേനെയാണ് നമ്മൾ കണ്ടത്. അത് കഴിഞ്ഞ് താഴെ മൊത്തം ബേർഡ്സ് ആയിരുന്നു. പീക്കോക്ക് ഉണ്ടായിരുന്നു. പിന്നെ ഈ പാരറ്റ്സ് ഉണ്ടായിരുന്നു. ആ മരത്തിൽ മൊത്തം പാരറ്റ്സ് ഇരിപ്പുണ്ടിട്ട് നമുക്ക് കാണാൻ പറ്റാത്തയാ. പിന്നെ ആ കോർണറിലായിട്ട് വേറെ ഏതോ ഒരു ബേർഡും കൂടെ ഉണ്ട്. അതിൻ്റെ പേര് ഞാൻ മറന്നുപോയി. ഇങ്ങനെ 1, 2 ഒക്കെ ഉള്ളൂ എല്ലാം. പിന്നെ ഇവിടുത്തെ ഒരു ഇതെന്ന് പറഞ്ഞാൽ ഇങ്ങനെ കൂട്ടിലിട്ട് വളർത്താതെ അതിൻ്റെ ഹാബിറ്റാറ്റിൽ തന്നെ അതിനെ വിടുന്ന ഒരു സെറ്റപ്പാണ്. അപ്പോൾ അതുകൊണ്ട് അവരുടെ ഒരു മൂഡിനനുസരിച്ചായിരിക്കും നമ്മൾ അവരെ കാണുന്നത്. അത്യാവശ്യം നടപ്പുണ്ട് കേട്ടോ. ഒരു പോയിന്റിൽ നിന്ന് അടുത്ത പോയിന്റിലേക്ക്. അത് ഈ വെയിലത്ത് നടന്ന് നമ്മൾ കുഴയും. പിന്നെ മാനൊക്കെ കുറേ ഉണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ ഇപ്പുറത്തായിട്ട് തന്നെ മ്ലാവുണ്ടായിരുന്നു. ഇതിനെയൊക്കെ കാണാനായിട്ട് ഈ ഗ്ലാസ് ഇട്ടിരിക്കുന്ന ആ ഒരു സിസ്റ്റം ഉണ്ടായിരുന്നു. അതല്ലാതെ നമുക്ക് ഡയറക്റ്റായിട്ടും കാണാം. കുഞ്ഞും കൂടെ ഉള്ളതുകൊണ്ട് കേട്ടോ നമ്മളൊന്നുകൂടെ ടയർഡായി. കാരണം അവൾ നടക്കുന്നില്ലായിരുന്നു. മാറി നമ്മൾ അവളെ എടുക്കുമായിരുന്നു. ഞാനെടുത്തില്ല, അവരൊക്കെ മാറി എടുക്കുമായിരുന്നു. ഞാൻ വീഡിയോ എടുക്കുമായിരുന്നു. ഇതപ്പോൾ സൈലൻറ്റ് വാലി സോണാണ്. ഇതിനകത്തൊന്നും ഇല്ല. പിന്നെ അതൊക്കെ ഇനി വരുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഓരോ പോയിന്റിലും നമുക്ക് ഇതുപോലത്തെ കഫറ്റേരിയാസ് ഉണ്ട്. എന്തെങ്കിലും സ്നാക്സോ ഡ്രിങ്ക്സോ ഒക്കെ നമുക്ക് കഴിക്കാം. അതേപോലെ ബസ്സും ഉണ്ട് കേട്ടോ. ഒരു പോയിന്റിൽ നിന്ന് അടുത്ത പോയിന്റിലേക്ക് ബസ് സർവീസും ഉണ്ട്. അത് നമുക്ക് വേണമെങ്കിൽ എടുക്കാം. ഈ സോണിലായിട്ട് നമുക്കൊരു ലെപ്പാർഡും ഉണ്ട്. പിന്നെ 2 ടൈഗറും ഉണ്ട്. ഞങ്ങൾക്ക് എല്ലാവർക്കും ആകെ വേർത്തായിട്ട് തോന്നിയത് ഈ ഒരു സംഭവമാണ്. വരുമ്പോ പ്രത്യേകം ശ്രദ്ധിക്കണ്ടേ. നടക്കുന്ന പിള്ളേരായിട്ട് വരിക. അല്ലെങ്കിൽ എടുത്തോണ്ട് ഇതുപോലെ നടക്കേണ്ടി വരും. അതും ഈ കട്ട വെയിലത്ത്. ഞാൻ എടുക്കത്തില്ല. എന്നെ എടുക്കണം. ഇതാണ് അവിടുത്തെ ടൈഗർ കേട്ടോ. ഞങ്ങൾ ചെന്നപ്പോൾ തന്നെ അതിങ്ങനെ പുറത്തേക്ക് വരുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് നമുക്ക് കാണാൻ പറ്റി. ആദ്യമേ കുറച്ചു നേരം കണ്ടില്ല. പിന്നെ അതിങ്ങനെ ഇറങ്ങി താഴത്തോട്ട് നടന്നു വന്നു. അങ്ങനെ നമുക്ക് കിട്ടിയതാണ്. ഇത്രയും അടുത്ത് നിന്നപ്പോൾ നമ്മളെല്ലാം ഭയങ്കര ത്രിൽഡ് ആയി കേട്ടോ. ഒരു ടാറ്റ കൊടുത്ത ബേബി. അങ്ങനെ അതിനെയും കണ്ട് നമ്മൾ അടുത്ത പോയിന്റിൽ പോയപ്പോൾ കണ്ടത് ഈ കാട്ടുപോത്താണ്. പിന്നെ ഇവിടുന്ന് നമ്മൾ ബസ്സിലാട്ടോ പോയത്. ഇവിടുന്ന് ബസ്സിലാണ് അടുത്ത പോയിന്റിലേക്ക് പോയത്. ഇനിയുള്ള ലാസ്റ്റ് പോയിന്റ് ആണ്. ഇനി വേറെ ഒന്നും ഇല്ല. അവിടുന്ന് നമ്മൾ തിരിച്ച് എൻട്രിയിലേക്കാണ് പോകുന്നത്. നമ്മൾ എൻട്രി ടിക്കറ്റ് എടുക്കുമ്പോൾ ഈ ബസ്സിനുള്ള കൂടെ ടിക്കറ്റ് എടുക്കണം. അല്ലെങ്കിൽ നമുക്ക് കയറാൻ പറ്റില്ല കേട്ടോ. ഈ മേലിൽ കാണുന്ന കേരള പഴനിയാണ്. ആ ഒരു ടെമ്പിള് കേരള പഴനിയാണ്. ബേബി എന്തുവാ? താറാവല്ല, ഓസ്ട്രിച്ച്, ഒട്ടകപ്പക്ഷി ചേട്ടാ.
ഓസ്ട്രിച്ച് കുറച്ചുണ്ടായിരുന്നു, അതിൻ്റെ അപ്പുറത്ത് തന്നെ എമ്മു ഉണ്ടായിരുന്നു. പിന്നെ ദേ 2 ഹിപ്പോയും കൂടെ ഈ ഒരു വെള്ളത്തിനകത്ത് ഉണ്ടായിരുന്നു. ഇത് എമ്മു ആണ് കേട്ടോ. ഓരോ പോയിന്റിലും അടുത്ത പോയിന്റിലേക്ക് വരാൻ നമുക്ക് സ്റ്റെയർ ഉണ്ട്, അല്ലെങ്കിൽ സ്ലോപ്പ് പോലത്തെ ഉണ്ട്. അതത്രയും നടന്നു കയറാൻ പറ്റത്തില്ലെങ്കിൽ നമുക്ക് ബസ് സർവീസ് ഉണ്ട്. ഇതിനകത്ത് 2 ഹിപ്പോപ്പൊട്ടാമസ് ഉണ്ട്, ഒരു ചെറുതും ഒരു വലുതും. അതിന് നോക്കുന്നത് തന്നെ കുറേ സമയം പോയി. അതാണ് പുറത്തേക്കടെ വരുന്നതേ ഉണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങൾ പോകാൻ നേരത്തെ അതേ തല പൊക്കിയൊക്കെ നോക്കി. പിന്നെ ലാസ്റ്റ് ആയപ്പോൾ നല്ലപോലെ പുറത്തേക്ക് വന്നു കേട്ടോ. ആ ഗ്ലാസിൻ്റെ അവിടെ നിന്ന് നമ്മൾ കണ്ടു കുറേ. ഇതാണ് ലാസ്റ്റ് പോയിന്റ്. പിന്നെ ഇവിടെ നിന്ന് നമ്മൾ ബസ് കയറി എൻട്രി പോയിന്റിലേക്ക് പോവുകയാണ്. ഇത്രയേ ഉള്ളൂ കേട്ടോ ഇതിനകത്ത് കാണാനായിട്ട്. വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു വെറുത്തായിട്ട് തോന്നിയത് ആ ടൈഗറിനെ ലെപ്പാർഡിനെയും കണ്ടതാണ്. ആ ടൈഗർ കേജിൻ്റെ അവിടെ നിന്ന് ഇറങ്ങിയത് കൊണ്ട് കൊള്ളാം, അല്ലെങ്കിൽ അത് നഷ്ടമായിനെ നമുക്ക്. വരുന്നവർ ഒരുപാട് അങ്ങനെ എക്സ്പെക്ട് ചെയ്ത് വരണ്ട. ഇത്രയൊക്കെ ഉള്ളു ഇവിടെ കാണാൻ. ഇനി ഒരു 1 ഇയർ ആകും. ജിറാഫ് വരും, ലയൺ അതേ പൊങ്ങി വന്നു. ഇനി 1 ഇയറിനുള്ളിൽ ഇവിടെ ജിറാഫ് വരും, ലയൺ വരും, സീബ്ര വരും, ആന. അതും ഏഷ്യൻ ആനയെന്നല്ല, ആഫ്രിക്കൻ ആനയാണ്. അങ്ങനെ ആന വരും. അപ്പോൾ പ്രൊജക്റ്റ് ഇത് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇത്രയൊക്കെ ആയിട്ടുള്ളൂ. ഒട്ടകപ്പക്ഷി. പിന്നെ നല്ല വെയിലാണ്. വരുന്നവരെ സൺസ്ക്രീൻ മസ്റ്റായിട്ട് അപ്ലൈ ചെയ്യുക. പിന്നെ ഒരു ക്യാപ്പ് എന്തായാലും വേണം. പിന്നെ സൺഗ്ലാസ്, അംബ്രല്ല. ഇല്ലെങ്കിൽ വെയിലില്ലാത്തപ്പോൾ കുഴപ്പമില്ല. പക്ഷെ എന്തായാലും ദൂരെ നിന്നുള്ളവരൊക്കെ ഈ സമയത്ത് വരുന്നതുകൊണ്ട് കുട, അംബ്രല്ല മസ്റ്റാണ്. പിന്നെ പിള്ളേരായിട്ട് വരുവാണെങ്കിൽ പിന്നെ മാക്സിമം വെള്ളം എടുക്കുക. കുട്ടികൾക്കൊക്കെ കുഴപ്പമില്ല, അവർക്കൊക്കെ ഇതൊക്കെ കാണുമ്പോൾ അവർ എൻജോയ് ചെയ്യും. പിന്നെ വെയിലില്ലാത്ത സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കുക വരാനായിട്ട്. 5 മണി വരെ ഉള്ളൂ. 5 മണി ക്ലോസിങ് ടൈമാണ്. പിന്നെ മൺഡേ ഓപ്പൺ അല്ല കേട്ടോ, അന്ന് ക്ലോസ്ഡ് ആണ്. സപ്പോസ് നിങ്ങൾ തൃശ്ശൂർ വരികയാണെങ്കിൽ നിങ്ങൾക്ക് വരുമ്പോൾ കാണാൻ പറ്റുന്ന ഒരു പ്ലേസ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. അതല്ലാതെ ദൂര സ്ഥലത്തുനിന്ന് ഇത് കാണാൻ വേണ്ടി മാത്രം, അങ്ങനെ വരാൻ വേണ്ടി മാത്രം ഇതിനകത്ത് സംഭവങ്ങളൊന്നുമില്ല. ഒരു 1 ഇയർ ആകും എല്ലാം വരാനായിട്ട്. അപ്പോൾ അത് കഴിഞ്ഞ് വരുന്നതായിരിക്കും ബെറ്റർ. പിന്നെ ഓരോ പോയിന്റിലും ഇതുപോലത്തെ കഫറ്റേരിയ ഉള്ളത് കൊണ്ട് നമുക്ക് കുഴപ്പമില്ല. പിന്നെ അതാണ് ലാസ്റ്റ് പോയിന്റ്. ഇപ്പോൾ ഇവിടെ നമ്മൾ ബസ് കയറി നമ്മൾ എൻട്രി, നമ്മൾ പാർക്ക് ചെയ്ത് അവിടെ എത്തിക്കും നമ്മളെ. ഇത് അത്യാവശ്യം ഒരു 336 ഏക്കർ ഉണ്ട് കേട്ടോ. ആ ഏക്കറിൽ 300 കോടി പ്രൊജക്റ്റാണ് ഈ സുവോളജിക്കൽ പാർക്ക്. നമ്മളിവിടെ തൃശ്ശൂർ വന്നതുകൊണ്ട് ഒന്ന് കയറി കണ്ടതാണ്. പക്ഷേ വെയിലായതുകൊണ്ട് നമ്മളെല്ലാം ടയേർഡായി കേട്ടോ. അങ്ങനെ അവർ ഇതേ നേരെ വീട്ടിൽ പോയി, നമ്മൾ നേരെ ആലപ്പുഴയ്ക്കും പോയി. അപ്പോൾ ഫാമിലിയായിട്ടൊക്കെ എൻജോയ് ചെയ്തു, കുഴപ്പമില്ല. പിന്നെ എല്ലാ ആനിമൽസിനെയും കൊണ്ടുവന്ന് ഒരു 1 ഇയർ കഴിഞ്ഞ് ഒന്നുകൂടെ വരാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.